റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. UK-യിൽ ഈ വർഷം ഭക്ഷണത്തിനും പാനീയങ്ങൾക്കുമുള്ള ശരാശരി കുടുംബ ചെലവ് 275 പൗണ്ട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഷോപ്പർമാരെ വില കുറഞ്ഞ പലചരക്ക് സാധനങ്ങൾ വാങ്ങാനോ ചെലവ് കുറയ്ക്കുന്നതിനായി വീട്ടിൽ ലളിതമായ ഭക്ഷണം തയ്യാറാക്കാനോ പ്രേരിപ്പിക്കുന്നുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഷോപ്പിംഗ് ചെലവിനെക്കുറിച്ചുള്ള ഉപഭോക്താക്കളുടെ ആശങ്ക വർദ്ധിച്ചതിനാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 5.2% ഭക്ഷണ വിലകൾ വർദ്ധിച്ചതായി ന്യൂമറേറ്ററിന്റെ വേൾഡ് പാനൽ പറയുന്നു. സൂപ്പർമാർക്കറ്റുകളുടെ സ്വന്തം ബ്രാൻഡ് സാധനങ്ങൾ വാങ്ങുന്നതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മാർക്കറ്റ് ഗവേഷകൻ പറഞ്ഞു. ചിലപ്പോൾ അവയ്ക്ക് വില കുറയുകയോ അത്താഴത്തിൽ അവർ വിളമ്പുന്നവയുടെ അളവ് കുറയ്ക്കുകയോ ചെയ്യുന്നു. 2022 റഷ്യ യുക്രൈനെ ആക്രമിച്ചതിനു ശേഷം വിലകൾ റോളർ കോസ്റ്ററിൽ വീണ്ടും ഉയർന്നു എന്ന് വേൾഡ് പാനലിന്റെ റീറ്റെയിൽ ഉപഭോക്തൃ ഉൾക്കാഴ്ച മേധാവി ഫ്രേസർ മെക്കവിൻ മുന്നറിയിപ്പ് നൽകി. ആ സമയത്ത് ഊർജ്ജത്തിന്റെയും സാധനങ്ങളുടെയും വില കുതിച്ചുയർന്നു. ഇത് 2023 കുറയുന്നതിന് മുൻപ് ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ കുത്തനെ വർധനവിന് കാരണമായി. കഴിഞ്ഞ 4 ആഴ്ചകളിലെ വില വർധനവ് കഴിഞ്ഞ വർഷം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ് എന്നും പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജൂലൈ മാസം ആദ്യം പ്രഖ്യാപിച്ച ഇമിഗ്രേഷൻ ധവളപത്രത്തിൽ ഉൾപ്പെട്ടിരുന്ന ആദ്യഘട്ട നയങ്ങൾ ജൂലൈ 22 മുതൽ പ്രാബല്യത്തിലായി. ഇതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തി പുതിയ നയങ്ങൾ നിലവിൽ വന്നു. വിദേശികളെ ആശ്രയിക്കുന്നത് വെട്ടിക്കുറയ്ക്കുന്നതിനായി കുടിയേറ്റക്കാർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ഇമിഗ്രേഷൻ ധവളപത്രത്തിൽ ഉൾപ്പെട്ടിരുന്ന ആദ്യഘട്ട നയങ്ങൾ ജൂലൈ 22 മുതൽ പ്രാബല്യത്തിലായി. സ്കിൽഡ് വർക്കർ വിസയിൽ ഉൾപ്പെടെ കുടിയേറ്റക്കാരെ ബാധിക്കുന്ന നിരവധി മാറ്റങ്ങളാണ് നടപ്പായിട്ടുള്ളത് എന്നും വ്യക്തം. സ്കിൽഡ് വർക്കർ വിസയ്ക്കുള്ള ശമ്പള പരിധിയും വിദ്യാഭ്യാസ യോഗ്യതയും ഉയർത്തുന്നതാണ് പ്രധാന മാറ്റം. ഈ വിസയിൽ ഏത് ജോലിയാണെങ്കിലും ബാച്ചിലർ ഡിഗ്രിക്ക് തുല്യമായ ആർക്യൂഫ് ലെവൽ 6 യോഗ്യത ആവശ്യമാണ്. ഇതോടെ ഈ വിസയുടെ യോഗ്യതാ ലിസ്റ്റിലുണ്ടായ 180ഓളം ജോലികൾ പുറത്തായി. ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ്, കെയർ സേവനങ്ങൾ ഉൾപ്പെടെയാണ് ഇത്. എന്നിരുന്നാലും 2025 ജൂലൈ 21 മുൻപ് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ നിലവിലെ നിയമങ്ങൾ പ്രകാരവും ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യും. യോഗ്യതകൾക്ക് പുറമെ ശമ്പള പരിധിയും വിവിധ വിസ ഗ്രൂപ്പുകൾ വർദ്ധിപ്പിക്കുകയാണ്. സ്കിൽഡ് വർക്കർ വിസയ്ക്ക് 38,700 പൗണ്ട് മതിയായിരുന്ന ശമ്പളം ഇനി മുതൽ 41,700 പൗണ്ടിലേക്കാണ് ഉയർത്തുന്നത്. സ്കിൽഡ് വർക്കർ അപേക്ഷകർ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ അപേക്ഷിക്കുമ്പോൾ 22 ജൂലൈ 2025 മുതൽ പുതിയ ശമ്പള പരിധിയിൽ വരുമെന്നത് തിരിച്ചടിയാണ്. പഴയ ശമ്പള പരിധി പ്രകാരം അപേക്ഷിച്ചവർക്കും ഇത് ബാധകമാണ്. ഇതിൽ ആശ്വാസം നൽകാൻ കഴിയില്ലെന്ന് ഹോം ഓഫീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലണ്ടനിലെത്താനിരിക്കെ ഖാലിസ്ഥാൻ തീവ്രവാദികളും അനുബന്ധ സംഘടനകളും ഉയർത്തുന്ന ഭീഷണി ഇന്ത്യയുടെ അജണ്ടയിലെ മുഖ്യ ഇനമാകുമെന്ന് സൂചന. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് ഇക്കാര്യം ഇന്നലെ വെളിപ്പെടുത്തിയത്. ഇത് 4ാം തവണയാണ് പ്രധാനമന്ത്രി മോദി ബ്രിട്ടൻ സന്ദർശിക്കുന്നത്. ഇന്ന് ആരംഭിക്കുന്ന UK മാലിദ്വീപ് സന്ദർശനങ്ങൾക്ക് മുന്നോടിയായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രത്യേക പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. ഖാലിസ്ഥാൻ തീവ്രവാദികളുടെയും അവരുമായി ബന്ധപ്പെട്ട മറ്റ് സംഘങ്ങളുടെയും സാന്നിധ്യത്തെക്കുറിച്ച് UK വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു. അത് തുടരുകയും ചെയ്യും. അതുപോലെ ഇന്ത്യയിൽ തട്ടിപ്പുകളും മറ്റ് കുറ്റകൃത്യങ്ങളും നടത്തി ബ്രിട്ടനിൽ അഭയം തേടിയവരെ തിരിച്ചയക്കുന്ന കാര്യവും ബ്രിട്ടനുമായി ചർച്ച ചെയ്തതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവരെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കണമെന്ന ആവശ്യത്തിൽ ഇന്ത്യ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇന്ത്യയും ബ്രിട്ടനുമായുള്ള ബന്ധം 2021 തന്ത്രപരമായ കൂട്ടുകെട്ടായി വളർന്നുവെന്നും അതിനുശേഷം ഉന്നതതല രാഷ്ട്രീയ യോഗങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും വിദേശകാര്യ സെക്രട്ടറി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഈ കൂട്ടുകെട്ടിനെ ഇനിയും ദൃഢമാക്കാൻ ഇരു കക്ഷികളും ആഗ്രഹിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി ഇന്ന് ബ്രിട്ടൻ സന്ദർശിക്കുന്നത്. 23-24 തീയതികളിലായുള്ള സന്ദർശനത്തിനിടെ നരേന്ദ്രമോദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് സമഗ്രമായ ചർച്ചകൾ നടത്തും. അതുപോലെ പ്രാദേശിക പ്രാധാന്യമുള്ളതും ആഗോള പ്രാധാന്യമുള്ളതുമായ നിരവധി വിഷയങ്ങളും അവർ തമ്മിൽ ചർച്ച ചെയ്യും. ചാൾസ് രാജാവിനെയും ഇന്ത്യൻ പ്രധാനമന്ത്രി കാണുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബ്രിട്ടനിലെ തിരക്കേറിയ നഗരപ്രദേശങ്ങളിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് ഡ്രൈവർമാർ നൽകേണ്ട ഫീസാണ് കൺജഷൻ ചാർജുകൾ. 2003 അവതരിപ്പിച്ച ഈ പദ്ധതി ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിനും വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പൊതുഗതാഗതത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടനാണ് ഈ ചാർജ് നിയന്ത്രിക്കുന്നത്. ഈ വർഷം വിദേശ എംബസികൾ അടയ്ക്കാത്ത കൺജഷൻ ചാർജ് കടങ്ങൾ ഏകദേശം 161 മില്യൺ കടന്നു എന്നാണ് ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടന്റെ കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 18 മില്യൺ വർധനവാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നതെന്നും കണക്കുകളിൽ സൂചിപ്പിക്കുന്നു. 2025 ജൂൺ അവസാനത്തോടെ ആകെ 145 രാജ്യങ്ങളുടെ പേരിലായി 16,91,84,055 പൗണ്ടാണ് കുടിശ്ശികയുള്ളത്. പട്ടികയിൽ ഏറ്റവും മുന്നിൽ 15.6 മില്യണിലധികം കുടിശ്ശികയോടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. തൊട്ടുപിന്നാലെ 10.7 മില്യൺ കുടിശ്ശികയോടെ ജപ്പാൻ 2ാം സ്ഥാനത്തുണ്ട്. ചൈനയ്ക്ക് 10.7 മില്യൺ കുടിശ്ശികയും ഇന്ത്യക്ക് 9.7 മില്യൺ കുടിശ്ശികയും ഉണ്ട്. കഴിഞ്ഞയാഴ്ച ഹൗസ് ഓഫ് ലോർഡ്സിലെ ചില അംഗങ്ങൾ വിദേശ നയതന്ത്രജ്ഞരുടെ കാറുകൾ കുടിശ്ശിക അടച്ചു തീർക്കുന്നതുവരെ പിടിച്ചുവെക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇനി
നാട്ടിലെ വാർത്തകൾ. നൂറ്റാണ്ട് പിന്നിട്ട ഐതിഹാസിക ജീവിതയാത്ര പൂർത്തിയാക്കി VS അച്യുതാനന്ദൻ ഇന്ന് പ്രിയ സഖാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാടിലെ മണ്ണോട് ചേരും. 5.5 വർഷം മുൻപ് 2019 ഒക്ടോബറിലാണ് തനിക്ക് ഏറെ വൈകാരിക ബന്ധമുള്ള വലിയ ചുടുകാട്ടിൽ VS ഒടുവിലെത്തിയത്. പുന്നപ്ര വയലാർ വാർഷിക വാരാചരണത്തിന്റെ സമാപന നാളിൽ അതുവരെയുള്ള പതിവ് തെറ്റിക്കാതെ ബലികുടീരത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. എന്നാൽ അത് VS ആലപ്പുഴയിൽ പങ്കെടുത്ത അവസാന പൊതുചടങ്ങായി. അനാരോഗ്യം കാരണം പൂർണ്ണ വിശ്രമത്തിലേക്ക് കടക്കേണ്ടി വന്ന അദ്ദേഹം പിന്നീടുള്ള കാലം തിരുവനന്തപുരത്തെ വസതിയിൽ തന്നെയായിരുന്നു. വയലാർ രക്തസാക്ഷി ദിനത്തിൽ മണ്ഡപത്തിൽ സ്ഥാപിക്കാനുള്ള ദീപശിഖ റിലേ ആരംഭിക്കുന്നത് വലിയ ചുടുകാട്ടിൽ നിന്നാണ്. രോഗാവസ്ഥയിലാകും വരെ VS ആയിരുന്നു ദീപശിഖ തെളിച്ച് അത്ലറ്റുകൾക്ക് കൈമാറിയിരുന്നത്. പുന്നപ്ര രക്തസാക്ഷികളും P. കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഏറെ പ്രാധാന്യമുള്ള കേന്ദ്രമാണ്. ഇത്രയധികം രക്തസാക്ഷികളും ജനനേതാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന മറ്റൊരു ചരിത്ര സ്മാരകവുമില്ല. പുന്നപ്ര സമരത്തിൽ പങ്കെടുത്ത് വെടിയേറ്റ് മരിച്ചവരെയും ഭാഗികമായി ജീവൻ നഷ്ടപ്പെട്ടവരെയും സർ CP പട്ടാളം വലിയ ചുടുകാടിൽ എത്തിച്ച ശേഷം കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു. സംസ്ഥാന സെക്രട്ടറിമാരായിരുന്ന P. കൃഷ്ണപിള്ള, MN ഗോവിന്ദൻ നായർ, S. കുമാരൻ, CK ചന്ദ്രപ്പൻ, കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്ന R. സുഗതൻ, TV തോമസ്, PT പുന്നൂസ്, ജോർജ് ചടയമുറി, PK ചന്ദ്രാനന്ദൻ, KR ഗൗരിയമ്മ, PK പത്മനാഭൻ, TV രമേശ് ചന്ദ്രൻ, MK സുകുമാരൻ, CG സദാശിവൻ, N. ശ്രീധരൻ, VS സൈമൺ ആശാൻ, KC ജോർജ്, VK വിശ്വനാഥൻ, PK കുഞ്ഞച്ചൻ, KK കുഞ്ഞൻ, CK കേശവൻ, MT ചന്ദ്രസേനൻ, S. ദാമോദരൻ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ സംസ്കാരം ഇവിടെയാണ് നടന്നത്. ആലപ്പുഴ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായാണ് ജില്ലയിൽ ഇന്നും അവധി നൽകിയത്. സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. VSനോടുള്ള ആദരസൂചകമായി ഇന്നലെ സംസ്ഥാനമെമ്പാടും പൊതു അവധിയായിരുന്നു. 3 ദിവസത്തെ ദുഃഖാചരണവും പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആലപ്പുഴയിൽ ഇന്നും അവധി പ്രഖ്യാപിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട വിലാപയാത്രയിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തിയതോടെ നിശ്ചയിച്ച സമയത്തിൽ നിന്ന് വൈകുകയായിരുന്നു ഈ യാത്ര. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറുടെ അപ്രതീക്ഷിത രാജിയിൽ അഭ്യൂഹങ്ങൾ ഏറെയാണ്. രാജിക്കത്തിന്റെ ഉള്ളടക്കത്തിനപ്പുറം ധൻഖർ പ്രതികരിച്ചിട്ടില്ലെങ്കിലും ആരോഗ്യകാരണങ്ങളല്ലെന്നത് വ്യക്തം. മുതിർന്ന കേന്ദ്രമന്ത്രിയുമായി ഫോണിൽ നടന്ന തർക്കവും രാജ്യസഭയുടെ കാര്യോപദേശക സമിതി യോഗത്തിൽ നിന്ന് മുതിർന്ന കേന്ദ്രമന്ത്രിമാർ വിട്ടുനിന്നതും പ്രശ്നം സങ്കീർണമാക്കിയെന്നാണ് സൂചന. ധൻഖറിന് യാത്രയയപ്പ് നൽകാത്തതും ചർച്ചയാകുകയാണ്. വിടവാങ്ങൽ പ്രസംഗവും ഉണ്ടായില്ല. രാജിക്ക് പിന്നിൽ വിശദീകരിക്കാൻ കഴിയാത്ത നിഗൂഢതയുണ്ട് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. തിങ്കളാഴ്ച വൈകുന്നേരം വരെ രാജ്യസഭ നിയന്ത്രിച്ച ധൻഖർ രാത്രിയോടെ പൊടുന്നതിന് രാജി നൽകിയതിൽ പ്രതിപക്ഷ MP മാരും ആശയക്കുഴപ്പത്തിലാണ്. കുറച്ചുകാലമായി ധൻഖറും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഉരസലുകൾ തിങ്കളാഴ്ച പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ. കർക്കിടക വാവുബലി തർപ്പണത്തിന് തിരുവല്ലം പരശുരാമ സ്വാമിക്ഷേത്രത്തിലെ തിരക്ക് കണക്കിലെടുത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഇന്ന് രാത്രി 10 മുതൽ നാളെ ഉച്ചയ്ക്ക് 1 വരെയാണ് നിയന്ത്രണം. തിരുവല്ലം ജംഗ്ഷൻ മുതൽ LP സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡിൽ ഇരുവശത്തേക്കും ഗതാഗതത്തിനും പാർക്കിങ്ങിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം ഭാഗത്തു നിന്നും തിരുവല്ലം ഭാഗത്തേക്ക് വരുന്ന ഗുഡ്സ് ഹെവി വാഹനങ്ങൾ അർദ്ധരാത്രി മുതൽ വിഴിഞ്ഞം മുക്കോരയിൽ നിന്നും ബാലനാപുരം ഭാഗത്തേക്ക് തിരിഞ്ഞു പോകണം. ചാക്കയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് പോകുന്ന ഗുഡ്സ് ഹെവി വാഹനങ്ങൾ ഇഞ്ചക്കിൽ നിന്ന് തിരിഞ്ഞ് അട്ടക്കുളങ്ങര, കിള്ളിപ്പാലം, പാപ്പനംകോട് ഭാഗത്തേക്ക് പോകണം. കരിമം ഭാഗത്തു നിന്ന് തിരുവല്ലം ക്ഷേത്രം ജംഗ്ഷൻ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ തിരുവല്ലം LPS ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് പാച്ചലൂർ ഭാഗത്തേക്ക് പോകണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഇന്നു മുതൽ ജൂലൈ 26 വരെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂലൈ 24 വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അടുത്ത 5 ദിവസം മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതേസമയം ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകൾ, കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. ഇനി സ്പോർട്സ് വാർത്തകൾ. അത്യന്തം വാശിയേറിയ മത്സരത്തിൽ ഇറ്റലിയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് യൂറോ 2025 ഫൈനലിലെത്തി. കെല്ലിയും അഗ്വമോങ്ങുമാണ് ഇംഗ്ലണ്ടിനായി ഗോളുകൾ കരസ്ഥമാക്കിയത്. അധിക സമയത്ത് മത്സരം അവസാനിക്കാൻ 1 മിനിറ്റ് ശേഷിക്കെ ആണ് കെല്ലി ഇംഗ്ലണ്ടിനെ വിജയ ഗോൾ കരസ്ഥമാക്കിയത്. ഇംഗ്ലണ്ടിന്റെ ഗോളുകൾ നേടിയ ഇരുവരും പകരക്കാരായി ഇറങ്ങിയതാണെന്ന പ്രത്യേകതയുമുണ്ട്. 19-കാരിയായ അഗ്വമോങ്ങിന്റെ ഈ ടൂർണമെന്റിലെ 2ാമത്തെ ഗോളായിരുന്നു ഇറ്റലിക്കെതിരെ നേടിയത്. ബാർബറ ബൊണാൻസിയ ആദ്യ പകുതിയിൽ ഇറ്റലിയെ മുന്നിലെത്തിച്ചു. പിന്നീട് പകരക്കാരെ ഇറക്കി ഇംഗ്ലണ്ട് കളി തിരിച്ചുപിടിക്കുകയായിരുന്നു. ഫൈനലിൽ ഇംഗ്ലണ്ട് ജയിച്ചു കയറിയാൽ ടീം മാനേജർ എന്ന നിലയിൽ വീക്ക്മാന്റെ തുടർച്ചയായ 3ാമത്തെ യൂറോ കിരീടമായിരിക്കും ഇത്. ഇന്ന് ബാസലിൽ ജർമ്മനിയും സ്പെയിനും തമ്മിലുള്ള സെമിഫൈനൽ മത്സരത്തിലെ വിജയികളെയാണ് ഫൈനലിൽ ഇംഗ്ലണ്ട് നേരിടുക. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.82 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.